ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്ന ഒരു തായ്വാൻ പിങ്ക് പേരയാണ്. ഈ പേരയ്ക്കയിൽ നിറച്ച് കായുണ്ട് കേട്ടോ. ഏകദേശം ഒരു 125-150ഓളം പേരയ്ക്കുണ്ട്. ചെറുതും വലുതുമായിട്ടൊക്കെ കുറേ പേരയ്ക്കുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറച്ച് കാഴ്ച കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഹോം ഗ്രോൺ എന്നൊരു ബ്രാൻഡിൻ്റെ തൈയാണ്. നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഏകദേശം വെച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. ആദ്യം നമുക്ക് വെച്ച് വളരെ ചെറുതുള്ള സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 1-2 അടി ആയ സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പേരയ്ക്ക് ഒരു 15ഓളം പേരയ്ക്ക് പിടിച്ചായിരുന്നു. നമ്മൾ ആ സമയത്ത് അതിൻ്റെ ചെറിയ കായ്കൾ, ഇതേപോലത്തെ കായ്കളൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ കായ്കളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവസാനം ഒരു 3 കാ മാത്രം വെച്ചായിരുന്നു. കാരണം ഇതിൻ്റെ തണ്ടിന് ശേഷിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ വളർച്ചേനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞത്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നോക്കി നല്ല ഹൈറ്റിലേക്ക് വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഇതിൻ്റെ കായൊന്നും ഞുള്ളിക്കളയാണ്ട് ഇങ്ങനെ വെച്ചത്. ഈ കായ ഞുള്ളിക്കളഞ്ഞുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വളർച്ചയിലേക്ക് വന്നത്. ഇതിൻ്റെ തടിക്കെല്ലാം അത്യാവശ്യം 1.5 വർഷം കൊണ്ട് നല്ല സൈസിലേക്ക് വന്നത്. നമ്മളിങ്ങനെ കായൊന്നും ഞുള്ളിക്കളഞ്ഞ് ഒരു 1.5 വർഷം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ മരം ഉഷാറായത്. ഇവിടൊക്കെ നോക്കി നന്നായിട്ട് പിടിച്ചെടുപ്പുണ്ട്. വെള്ളമെടുക്കാനായിട്ടില്ല. കാരണം വെച്ചാൽ ഇത് ഏകദേശം ഒരു 1.5 കിലോ സൈസ് വരും. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ തന്നെ 3 വെച്ചെന്ന് പറഞ്ഞില്ലേ. അന്നേരം അത് നല്ല സൈസ് ഉണ്ടായിരുന്നു. ഒരു 400 ഗ്രാം. അത് വളരെ ചെറിയ ചെടിയായതുകൊണ്ടാണ് അധികം വലിപ്പം വെച്ചില്ലായിരുന്നു. ഇപ്രാവശ്യം ഒരു 400 ഗ്രാം, 500, അര കിലോ സൈസിലേക്ക് വരും. ഇത് ഒന്നും ആയിട്ടില്ല, പൊട്ടാണ്. ഏകദേശം ഒരു നിറച്ച് തന്നെ കായുണ്ട്. ഇതെല്ലാം നോക്കി കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പേരയ്ക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. അതായത് നമുക്ക് കീടങ്ങളുടെ ആക്രമണമോ പുഴു കയറുന്ന ഒരു കാര്യമോ ഒന്നും ഉണ്ടാകുന്നില്ല. പുഴുക്കുത്തോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പൊഴിച്ചിലും കുറവാണ്. സാധാരണ പേരയ്ക്ക നമുക്ക് വേറെ പേരയ്ക്ക, നാടൻ പേരയ്ക്ക വെക്കുന്ന സമയത്ത് ഉണ്ടായി വരും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കായും പൂവും എല്ലാം പൊഴിഞ്ഞു പോകും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് പേരയ്ക്ക എല്ലാ പൂവിലും പേരയ്ക്ക പിടിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് വളമൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം നന്നായിട്ട് ചാണകപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതിലും ഉഷാറായിട്ട് വന്നേനെ. നമ്മളിവിടെ കൊടുക്കുന്നത് മെയിനായിട്ട് അടുക്കള കമ്പോസ്റ്റൊക്കെയാണ്. അടുക്കള കമ്പോസ്റ്റ്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബക്കറ്റിലിട്ടിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇവിടെ ചൂട് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഈ വെള്ളം മെല്ലെ മെല്ലെ താഴേക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം വെള്ളം, വളവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവർ തണുപ്പ് കിട്ടും. പേരയ്ക്ക് നല്ലതാണ്. പേരയ്ക്കെന്ന് മാത്രമല്ല എല്ലാ ചെടികൾക്കും അതിൻ്റെ ചുവട്ടിൽ വെള്ളവും വളവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വളർച്ച നന്നായിട്ടും ഉണ്ടാവും. കണ്ടില്ലേ, നിറച്ചുണ്ട്. എല്ലാ കൊമ്പിലും ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഒക്കെ അറിയാം, നല്ല രീതിയിൽ കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ഓൾ സീസൺ പേരയ്ക്കാണ്. അതായത് എപ്പോഴും ഇതിൻ്റെ പേരയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. മഴക്കാലം, വേനൽക്കാലം അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും ഫുൾ ടൈം പേരയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഇതിൻ്റെ അവിടെയൊക്കെ പൂവുണ്ടാവും. കാണിച്ചു തരാം. അവിടെ പൂവുണ്ട്. അവിടെ പൂ പിടിച്ചിട്ട് അത് ചെറിയൊരു മുട്ടൊക്കെ പിടിച്ചിട്ടുണ്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് നോക്കി. ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് അതിനേക്കാൾ ചെറുതൊക്കെ ആയിട്ട് വരുന്നു. അതേപോലെ ഇപ്പം പുതിയ മുട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഓൾ സീസണാണ്. എപ്പോഴും നമുക്ക് പേരയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ നല്ല മധുരമാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ചുവപ്പ് കളറാണ്. നല്ല ക്രിസ്പിയാണ്. നമ്മുടെ നാടൻ പേരയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാ കഴിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ വരും, മടുപ്പ് വരും. ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള, നല്ല മധുരമുള്ളൊരു പേരയാണ്. ഇത് നമ്മൾ ഹോം ഗ്രൗണ്ട് പേര ആണ് വാങ്ങിച്ചേക്കുന്നത്. ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ വാങ്ങിച്ച് വെക്കാം. ഇത് അങ്ങോട്ടൊക്കെ നോക്കി നിറച്ച് കാഴ്ച. ഇതൊക്കെയാണ് നമ്മുടെ തായ്വാൻ പേരയുടെ വിശേഷങ്ങൾ. ഇനി അടുത്തതിൻ്റെ ഒരു വിളവെടുപ്പ് ഇത് ഏകദേശം നോക്കി ഇനി ഒരു 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പേരയുടെ ഒരു വിളവെടുപ്പ് നടത്താൻ പറ്റും. കാരണം ഇവിടെയൊക്കെ മഞ്ഞ ആകാനുണ്ട്. നന്നായിട്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിൽക്കില്ല. നമുക്ക് ഫുൾ ടൈം പേരയ്ക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക്
ഈ പേരക്കയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വൈറ്റമിൻ എ ഏറ്റവും ധാരാളമായിട്ട് ഉള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക. അപ്പം നിങ്ങളും ഇത് നടത്തുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ തായ്വാൻ പേരയുടെ വിശേഷങ്ങൾ.